Dear students, very good morning all. All are welcome to Corporate Accounting classroom. Last class consolidated statement prepare ചെയ്യുന്നതിന് വേണ്ടിയുള്ള goodwill എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെഗറ്റീവ് goodwill എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. That means gain from bargain purchase or negative goodwill. അപ്പോൾ നമുക്കറിയാം നെഗറ്റീവ് ഗുഡ്വില്ല് കിട്ടണമെങ്കിൽ ഗുഡ്വില്ല് ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? നെറ്റ് അസെറ്റ്സ് അക്വയർഡ് ചെയ്തിട്ടുള്ളത് കൺസിഡറേഷനേക്കാൾ കുറവാകുമ്പോഴാണ് ഗുഡ്വില്ല് ജനറേറ്റ് ചെയ്യുക. അതായത് കൺസിഡറേഷൻ വോളിയം കൂടുതലും നെറ്റ് അസെറ്റ്സ് അക്വയർ ചെയ്ത എമൗണ്ട് കുറവുമാണെങ്കിലാണ് എന്തുണ്ടാവുക? ഗുഡ്വില്ല് ജനറേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് goodwill is equal to consideration amount paid minus net assets acquired. ഇതാണ് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് ഓർ നെഗറ്റീവ് ഗുഡ്വിൽ. അപ്പോൾ എങ്ങനെയാണ് നെഗറ്റീവ് ഗുഡ്വിൽ ഉണ്ടാവുക? ദാറ്റ് മീൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിം വേ തന്നെയാണ്. കൺസിഡറേഷൻ മൈനസ് നെറ്റ് അസെറ്റ്സ് അക്വയർഡ്, സെയിം ഫോർമുല. ബട്ട് നെറ്റ് അസെറ്റ്സ് അക്വയർഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എക്സീഡ്സ് ദ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡ് ഫോർ ദം. അതായത് കൺസിഡറേഷൻ എമൗണ്ട് പേ ചെയ്തതിനേക്കാളും കൂടുതൽ അളവിൽ നെറ്റ് അസെറ്റ്സ് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നെഗറ്റീവ് ഗുഡ്വിൽ അഥവാ ഗെയിൻ ഫ്രം ബാർഗെയിൻ പ്രൈസ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഒരു 1 lakh rupees നമ്മൾ കൺസിഡറേഷൻ പേ ചെയ്തു. നെറ്റ് അസെറ്റ്സ് അക്വയർ ചെയ്തിട്ടുള്ളത് ഓൺലി 80,000. സോ വിൽ ഗെറ്റ് 20,000 ആസ് ഗുഡ്വിൽ. ക്ലിയർ ആണല്ലോ? ദെൻ ഇവിടെ കൺസിഡറേഷൻ എമൗണ്ട് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത് 90,000 rupees. ദെൻ നെറ്റ് അസെറ്റ്സ് അക്വയർഡ് 1 lakh. സോ നെഗറ്റീവ് ഗുഡ്വിൽ ₹10,000. ദാറ്റ് ഈസ് ഗെയിൻ ഫ്രം ബാർഗെയിൻ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നെഗറ്റീവ് ഗുഡ്വില്ല് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതർ കോംപ്രഹെൻസീവ് ഇൻകം, അതർ കോംപ്രഹെൻസീവ് ഇൻകം, ഇത് വ്യക്തമായി എവിഡൻസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റിന് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നിടത്ത് അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞുകൊണ്ട് ഈ 10,000 rupees കാണിക്കുന്നു. അതായത് കമ്പനിക്ക് കൺസിഡറേഷൻ എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് 90,000 ആണ്. പക്ഷേ നമ്മൾ അവിടുന്ന് 1 lakh rupees അസറ്റ്സ് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്വയർ ചെയ്തിട്ടുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 10,000 rupees അവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഗുഡ്വില്ലിനെ അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പെസിഫൈ ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള പർച്ചേസിംഗിൽ വ്യക്തമായ എവിഡൻസ് അവൈലബിൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുക. ക്യാപിറ്റൽ റിസർവിലേക്ക്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ റിസർവിലേക്ക് അല്ലെങ്കിൽ അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറയുന്ന ഹെഡിലാണ് എന്ത് ചെയ്യുക? ഈ നെഗറ്റീവ് ഗുഡ്വില്ല് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നെഗറ്റീവ് ഗുഡ്വില്ല് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ കൺസിഡറേഷൻ എമൗണ്ട് കുറവും നെറ്റ് അസെറ്റ്സ് അക്വയർ ചെയ്തിട്ടുള്ള വോളിയം കൂടുതലുമാണെങ്കിൽ നെഗറ്റീവ് ഗുഡ്വില്ല് ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ജനറേറ്റ് ചെയ്ത എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറയുന്ന ഹെഡിൽ ട്രീറ്റ് ചെയ്തു പോകുന്നു. വ്യക്തമായ എവിഡൻസ് അവൈലബിൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്ക് ഇത്രയും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു പോവുകയാണ് ചെയ്യാറുള്ളത്. ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. A Limited purchased 75% shares of B Limited. Share capital of B Limited 40,000 shares of ₹10 each. Consideration paid 2,80,000. Assets 5 lakh. Liabilities 1 lakh. Then calculate goodwill or gain from bargain purchase. ഇപ്പോൾ എമൗണ്ട് ഗുഡ്വില്ലിൻ്റെ അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 75% ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ബി ലിമിറ്റഡിൽ നിന്നും എ ലിമിറ്റഡ് അക്വയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 25% എന്തായിരിക്കും? മൈനോറിറ്റി ആണ്.
ഓക്കെ, അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഫാക്ട് എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. എങ്ങനെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക? ഇവിടെ റിമൈനിങ് ഫാക്ട് എത്ര? 25% അല്ലേ? ഇവിടുത്തെ ക്യാപിറ്റൽ 4 lakh. ദാറ്റ് മീൻസ് 40,000 ഷെയർസ് ഇൻറ്റു 10. അപ്പോൾ 4 lakh കിട്ടും. 4 lakh ഇൻറ്റു 25/100 അങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ 4 lakhന്റെ 25% എന്ന് പറഞ്ഞാൽ 1 lakh. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ₹1 lakh. ദെൻ ഗുഡ്വിൽ ഓർ നെഗറ്റീവ് ഗുഡ്വിൽ, ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ദാറ്റ് മീൻസ് കൺസിഡറേഷൻ എമൗണ്ട് പെയ്ഡ് പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ദെൻ മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയർഡ്. ഓക്കെ, consideration paid plus non-controlling interest minus net assets acquired. That is the formula. Consideration amount pay ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2,80,000 plus net assets non-controlling interest 1 lakh then minus net assets acquired. Net assets 5 lakh minus 1 lakh you will get 4 lakh. Then 2,80,000 plus 1 lakh, so 3,80,000. 3,80,000. Net assets acquire ചെയ്തിട്ടുള്ളത് 4 lakh minus 4 lakh. Then consideration amount pay ചെയ്തിട്ടുള്ളത് 3,80,000 ആണ്. പക്ഷേ net assets acquire ചെയ്തിട്ടുള്ളത് 4 lakh ആണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് 20,000. So gain from bargain purchase. Gain from bargain purchase. Bargain purchase amounted to ₹20,000. Clear? ഇങ്ങനെയാണ് നെഗറ്റീവ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് എത്ര പെർസെൻറ്റേജ് ആണ് ഹോൾഡ് ചെയ്തത് നോക്കുക. റിമൈനിങ് പാർട്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആദ്യം ഫൈൻഡ് ചെയ്തു. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് കൺസിഡറേഷൻ പേ ചെയ്തിട്ടുള്ള എമൗണ്ട് കൂടി ആഡ് ചെയ്തു. അതിൽ നിന്നും നെറ്റ് അസറ്റ്സ് അക്വയർ ചെയ്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തു? ഡിഡക്ട് ചെയ്തു. ആ കിട്ടുന്ന ബാലൻസ് എമൗണ്ട് അവിടെ നെഗറ്റീവ് വാല്യൂ ആണ് ഉണ്ടാവുക. ഇവിടെ 3,80,000 4 lakh ഡിഡക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ 4 lakh 3,80,000 ഡിഡക്ട് ചെയ്തതായിട്ട് കാണിക്കാം. എഴുതുമ്പോൾ ഫോർമാറ്റിംഗ് അങ്ങനെ തന്നെയാണ്. കൺസിഡറേഷൻ എമൗണ്ട് പെയ്ഡ് മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയർഡ് 4 lakh. അപ്പോൾ ഇവിടെ 20,000 rupees നമുക്ക് എന്താ പറയുക നെഗറ്റീവ് ഗുഡ്വില്ലായിട്ട് ജനറേറ്റ് ചെയ്തു. ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? എക്സാക്ട് എവിഡൻസ് അവൈലബിൾ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് റൈറ്റ് ചെയ്യുന്നു. അതർവൈസ് ക്യാപിറ്റൽ റിസർവിലേക്ക് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. Is it clear? Question check ചെയ്യാം. P Limited acquired all 1 lakh equity shares, ES for equity shares of ₹10 each in Q Limited for ₹9 lakh on 1st January 2017 when there was a debit balance of ₹1,60,000 in the retained earnings of Q Limited. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? Then calculate the value of goodwill. Goodwill calculate ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Calculate the value of goodwill. Goodwill ആണ്, നെഗറ്റീവ് goodwill അല്ല. Goodwill calculate ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? P Limited acquired all 1 lakh equity shares of ₹10 each in Q Limited. അപ്പോൾ Q Limited ആണ് ഇവിടുത്തെ സബ്സിഡിയറി കമ്പനി. Q Limitedന്റെ 1 lakh ഷെയർ ₹10 വെച്ചിട്ട് P Limited അക്വയർ ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ എന്തില്ല? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പാർട്ടില്ല. 100% കറക്റ്റ് ചെയ്തു. ഓൾ മീൻസ് 100%. ഓക്കെ, for ₹9 lakh. ഇപ്പോൾ 10 lakh ഷെയർസ് ആണ്. 1 lakh ഷെയർസിന്റെ ₹10 വെച്ചിട്ട് 10 lakh rupees കൺസിഡറേഷൻ. അതിനിവിടെ കൺസിഡറേഷൻ എമൗണ്ട് പേ ചെയ്തിട്ടുള്ളത് ഓൺലി 9 lakh rupees ആണ്. ഓക്കെ, then on 1st January 2017 then when there was a debit balance of ₹1,60,000 in the retained earnings of Q Limited. ആ സമയത്ത് ഇത് വാങ്ങിച്ചുള്ളത് അക്വയർ ചെയ്തിട്ടുള്ളത് 1/1/2017 ആണ്. ആ സമയത്ത് Q Limitedന് ₹1,60,000
റീറ്റെയിൻ ഏർണിങ്സിന് ലോസ് ഉണ്ട്. ദാറ്റ് മീൻസ് അക്യുമുലേഷൻ ഓഫ് ലോസ്. അപ്പോൾ അക്യുമുലേറ്റഡ് ലോസ് എത്ര? 1,60,000 Q ലിമിറ്റഡിന് ഉണ്ട്. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ 10 lakh rupees വിലയുള്ള ഷെയർസ് 9 lakh rupees കൊടുത്തിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡറേഷൻ എമൗണ്ടിൽ നിന്ന് എത്ര ഷെയർ ആണോ ഷെയറിന്റെ വാല്യൂല് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ദെൻ അതിൽ നിന്നും ഈ ലോസ് എമൗണ്ട് എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യും. ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു കൺസിഡറേഷൻ എമൗണ്ട് പെയ്ഡ് മൈനസ് paid up value of shares held. Paid up value of shares held. Paid up value of shares held minus pre-acquisition loss അഥവാ accumulated loss or loss of retained earnings. Loss of retained earnings. Clear? അപ്പോൾ റിട്ടേൺ ഏർണിങ്സ് എമൗണ്ട് ഡിഡക്ട് ചെയ്താൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ കൺസിഡറേഷൻ എമൗണ്ട് പെയ്ഡ്, ഹൗ മച്ച്? 9 lakh. കൺസിഡറേഷൻ എമൗണ്ട് പേ ചെയ്തിട്ടുള്ളത് 9 lakh rupees. Then paid up value of shares held less paid up value of shares held rupees 10 lakh. Then less loss of retained earnings. Rupees 1,60,000. Then 8,40,000. 10 lakh minus 1,60,000, 8,40,000. Then goodwill is equal to 60,000. Goodwill is equal to 60,000. Okay. അപ്പോൾ പ്രീ അക്വസിഷൻ ലോസ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സിലെ ലോസ് തന്നാൽ കൺസിഡറേഷൻ എമൗണ്ടും ഷെയർസും കൺസിഡർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഗുഡ്വിൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? താങ്ക് യു.